ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് ആയിട്ടാണ്. ഈവനിങ് ആയപ്പോൾ തന്നെ ഞങ്ങൾ പാർക്കിലേക്കൊന്ന് പോയി. രാവിലെ മുതലേ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കില്ല, അപ്പോൾ വൈകുന്നേരമാണ് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങുക. അത് മോൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ഒരു ആശ്വാസമാണ്. മോൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വൈകുന്നേരം എണീക്കാൻ ഇത്തിരി ലേറ്റായി. ഇവിടെ ഒരു 5:30 ആകുമ്പോഴത്തേനും വേഗം ഇരുട്ടാവണ കാരണം ഒരു 4 മണി 4:30 ആ ടൈമിലാണ് പോവുക. പക്ഷെ ഇന്ന് എണീക്കാൻ ലേറ്റായ കാരണം ഒരു 5 മണി ആവാനായി പോകുമ്പോൾ. അതുകൊണ്ട് മോൾക്ക് പാലൊക്കെ ഉണ്ടാക്കി വേഗം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പോകാൻ പറ്റുക മഗ്‌രിബ് വാങ്ങി കൊടുത്തിട്ടാണ്. അപ്പോഴത്തേനും ഭയങ്കര ഇരുട്ടാവും. അപ്പോൾ പോകാനൊരു സുഖമില്ലാത്ത കാരണമാണ് ഇപ്പോൾ ഈ 4:30 ടൈമിൽ പോണത്. കുറച്ച് വെയിലൊക്കെ കൊള്ളാലോ വിചാരിച്ചിട്ട്. ഇവിടെ നല്ല തണുപ്പ് ആയിട്ടുണ്ടല്ലോ. 5:30 5:45 ആകുമ്പോഴത്തേനും തണവ് കൂടും. അതുകൊണ്ടാണ് ഇപ്പോൾ 4 മണി 4:30 ആകുമ്പോൾ പോണത്. ഈവനിങ് ചായ കുടിക്കാത്ത കാരണം സ്നാക്സൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി പോകുമ്പോൾ തന്നെ മോൾക്ക് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു. സൂപ്പർ. എനിക്ക് പിന്നെ ഈ മസാലക്കടല നല്ല ഇഷ്ടമാണ്. നാട്ടിൽ നിന്ന് വന്നാൽ പിന്നെ നാട്ടിലത്തെ സാധനങ്ങളോടാണല്ലോ കൂടുതൽ പ്രിയം. അങ്ങനെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇത് കണ്ടപ്പോൾ വേഗം ഇത് എടുത്തു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. മോളാണെങ്കിലോ ബിസ്ക്കറ്റിൻ്റെ ആ ക്രീം മാത്രമായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. അത് മാത്രമാണ് അവൾക്ക് ഇഷ്ടം. അങ്ങനെ അതിൻ്റെ ക്രീം മാത്രം കഴിച്ചിട്ട് ബാക്കി എനിക്ക് തരുമായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ അവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം അവിടുന്ന് ഇങ്ങനെ നടന്നു. ഒരു സ്ഥലത്ത് കുറച്ച് നേരമാണ് അവൾ അവിടെ ഇരിക്കുള്ളൂ. പിന്നെ അവൾക്ക് പെട്ടെന്ന് ബോറടിക്കണ കാരണം വേഗം അവിടുന്ന് പോകും. അങ്ങനെ അവൾ അവിടുന്ന് എണീച്ചപ്പോൾ അവൾ പിന്നാലെ ഞാനും എണീച്ചു. തണവായ കാരണം പുറത്തൊക്കെ ആൾക്കാർ കുറവാണ്. മറ്റേത് പാർക്കിലൊക്കെ നല്ല ആൾക്കാരുണ്ടാവും. ഇതാ കാണുന്ന സ്ഥലത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. അവിടെ മണ്ണ് ഇത്തിരി തണവുള്ള കാരണം ഞാൻ അവിടെ കയറ്റിയില്ല. ആ കയറ്റാത്ത കാരണമാണ് അവിടെ ഇരുന്ന് കരയണത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കരച്ചിലൊക്കെ മാറി ഓൾ തന്നെ കളിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേഗം തിരിച്ചു. റൂമിൽ പോയിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. രാത്രിക്കത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയുണ്ടായിരുന്നു. അങ്ങനെ റൂമിലെത്തി. ഞാൻ ഇന്ന് മന്തി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മന്തിക്കുള്ള മസാല ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് തക്കാളി സബോളയും ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചത്, പിന്നെ ചെറുതായിട്ട് ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ മാഗി ക്യൂബും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. പണ്ടൊക്കെ മന്തി ഉണ്ടാക്കാൻ പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പൊക്കെ ഒറ്റക്ക് നിൽക്കണ കാരണം എല്ലാം പഠിച്ചു വരുന്നു. അങ്ങനെ ഒരു പാനിൽ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. ഇത് മന്തിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ചിക്കൻ അല്ലായിരുന്നു. ചിക്കൻ ഇങ്ങനെ വാങ്ങുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞതാണ്. അവർ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തത്. മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ചിക്കൻ വേണം, എന്നാലാണൊന്ന് മറിച്ചിടാനൊക്കെ ഒന്നൊരു സുഖമായിട്ട് കിട്ടുള്ളൂ. ഇത് ഇത്തിരി മറിച്ചിടാനൊക്കെ ഇത്തിരി പണിയായിരുന്നു. അങ്ങനെ ചിക്കൻ അവിടെ കിടന്ന് വേകുമ്പോഴത്തേനും അതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കാം. അരി കഴുകിയിട്ട് വെള്ളത്തിൽ കുറച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും പട്ടയും ഗ്രാമ്പും ഏലക്കയും കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. തിളക്കണ വരെ.
അതിൻ്റെ ഇടയിൽ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ചമ്മന്തിയും മയോണീസൊക്കെ എനിക്ക് മസ്റ്റാണ്. ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു തക്കാളിയും ഒരു സബോളയും ജസ്റ്റ് മിക്സിയിലോട്ടൊന്ന് ഇട്ടിട്ടൊന്ന് അടിക്കും. അതിലേക്ക് ഇത്തിരി വിനീഗറും കുറച്ച് ഉപ്പിട്ടിട്ട് ഇതാക്കിയാൽ നല്ല ടേസ്റ്റാണ്. വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. അരി ഇട്ട് കൊടുത്താൽ പിന്നെ അതിൻ്റെ വേവ് കിട്ടണം, കറക്റ്റ് വേവ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കി നിന്നു. അതിൻ്റെ ഇടയിൽ ആ ചമ്മന്തി ഒന്ന് അരച്ചെടുത്തു. അങ്ങനെ ചോറൊന്ന് കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു. അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെച്ചു. ചിക്കൻ വേവിച്ച പാനിലേക്ക് തന്നെയാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ കുറച്ച് മസാല ഉണ്ടായിരിക്കും, അപ്പോൾ അതിലേക്ക് തന്നെയാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇത്തിരി റെഡ് ഫുഡ് കളറും ഇത്തിരി മഞ്ഞക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കലക്കി ഒഴിച്ചാൽ ഇത്തിരി കളറ് കിട്ടും. എന്നിട്ട് അതിൻ്റെ മീതക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കും. അതിലേക്കൊരു 4-5 പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കും. ഇത് സ്മോക്ക് ചെയ്യാൻ അതിൻ്റെ ഒരു കരിക്കട്ട ഇല്ലാത്ത കാരണം ഞാൻ സ്മോക്ക് ചെയ്യണില്ല. സ്മോക്ക് ചെയ്തില്ല വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കും. അതിൻ്റെ ഇടയിൽ മയോണീസൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേന് മന്തിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു കുട്ടി ഈവനിങ് വ്ളോഗും പിന്നെ മന്തി റെസിപ്പിയും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും കാണാം. ബായ്.